ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മിശേൽ ബ്രദർ സഹോദരങ്ങളെ, നോമ്പിൻ്റെ 10ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ 10ാമത്തെ ദിവസത്തിൽ കർത്താവ് തരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇതാ ഒരു മനുഷ്യൻ്റെ രക്ഷയുടെ പൂർണ്ണത എന്ന് പറയുന്നത് യേശുവിനെ നാഥൻ രക്ഷകനുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏത് മതത്തിൽപ്പെട്ട വ്യക്തികളായിരുന്നാലും ശരി, എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയത്. അതാണ് ക്രിസ്മസ്, അഥവാ അതാണ് സുവിശേഷം. ഇത് സ്വീകരിക്കാൻ നമുക്ക് രക്ഷയുടെ പൂർണ്ണതയിൽ എത്താൻ പറ്റത്തില്ല. അതിന് ആസ്പദമായ വചനം അപ്പോസ്തല പ്രവർത്തനം 16:31 ഇങ്ങനെ പറയുകയാണ്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നതെന്ന് പൗലോസ് എഫെസ്യർക്ക് എഴുതുമ്പോൾ 2:8 പറയുന്നുണ്ട്. എന്താണ് കൃപ? നമ്മുടെ അയോഗ്യതയിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക്, നമ്മുടെ പാപങ്ങളിലേക്ക് യോഗ്യതയുള്ളവൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നതാണ് ക്രിസ്മസ്, അഥവാ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ അവതരിച്ചു എന്നുള്ളതാണ്. ഈ ദൈവത്തെ, ഈ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ നാഥനും രക്ഷകനുമായി ഏറ്റെടുക്കുന്നവർക്കൊക്കെ ഈ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി തീരാൻ പറ്റും. ഒരൊറ്റ വചനം മതി നിന്റെ ജീവിതം മാറാൻ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം സമർത്ഥമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.